DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 14 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം. നിർജ്ജലീകരണം തടയാനും നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. പവന് ഇന്ന് ഒറ്റയടിക്ക് 1080 രൂപയാണ് കൂടിയത്. 1,12,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 135 രൂപയാണ് വർദ്ധിച്ചത്. അടുത്തറിയിപ്പ്, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണവാതക വിപണിയെ ബാധിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നടപടികളുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി 5 കിലോ LPG സിലിണ്ടറുകളുടെ വിതരണം വ്യാപകമാക്കാനും നഗരങ്ങളിലെ പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക നാച്ചുറൽ വിതരണത്തിനുള്ള കണക്ഷൻ നൽകുന്നത് വേഗത്തിലാക്കാനും എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. കുറഞ്ഞ വരുമാനക്കാർക്കും അതിഥി തൊഴിലാളികൾക്കും എളുപ്പത്തിൽ ലഭ്യമാകുന്ന 5 കിലോ സിലിണ്ടറുകളുടെ ഉൽപ്പാദനവും വിതരണവും വർദ്ധിപ്പിക്കും. വലിയ സിലിണ്ടറുകളുടെ വിതരണത്തിൽ പ്രാദേശികമായി എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ബദൽ സംവിധാനമായി ഇത് ഉപയോഗിക്കാം. അടുത്തറിയിപ്പ്, ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായി UPI ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇടപാടുകളിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ RBI ആലോചിക്കുകയാണ്. പുതിയ നിർദ്ദേശപ്രകാരം 10,000 രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകൾക്ക് 1 മണിക്കൂർ ടൈം ഡിലേ അഥവാ സമയപരിധി ഏർപ്പെടുത്തിയേക്കും. ഇത് നടപ്പിലായാൽ പണം അയച്ചു കഴിഞ്ഞാലും സ്വീകർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് 1 മണിക്കൂർ സമയമെടുക്കും. ഈ ഇടവേളയ്ക്കുള്ളിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഉപഭോക്താവിന് ബോധ്യപ്പെട്ടാൽ പണം കൈമാറുന്നത് തടയാനും ഇടപാട് റദ്ദാക്കാനും സാധിക്കുമെന്നാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ വീട്ടമ്മമാർക്കായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ തുക വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയോടെ അർഹരായ 18 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം നേരിട്ട് എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത്. പെൻഷൻ തുക കൈമാറുന്നതിനായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകൾ അപ്രൂവ് ആയവർക്കും കൃത്യമായ രേഖകൾ സമർപ്പിച്ചവർക്കും തടസ്സമില്ലാതെ തുക ലഭിക്കും. എന്നാൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മടക്കിയവർക്കോ ഈ ഘട്ടത്തിൽ തുക ലഭിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് സ്മാർട്ട് ഫോൺ വഴി സ്വന്തമായി പരിശോധിക്കാവുന്നതാണ്. ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെ സേവന പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാം. വെബ്സൈറ്റിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന ലിങ്ക് വഴി നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസും എത്ര ഗഡുക്കൾ ലഭിച്ചു എന്നതും അറിയുവാൻ സാധിക്കും. അപേക്ഷയിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ സന്ദർശിച്ച് രേഖകൾ തിരുത്തി അപേക്ഷ റീസബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തായാലും ഏപ്രിൽ മാസത്തെ ഗഡുവായ 1000 രൂപ ഈ ആഴ്ചയോടൊക്കെ എത്തുമെന്ന അറിയിപ്പുകളാണ് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.